ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈരളിക്കോഴിയില്ലേ, കൈരളിക്കോഴിനെ പറ്റിയിട്ടാണ്. അപ്പോൾ മെയിനായിട്ടൊരു കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത് കൈരളിക്കോഴി അടയിരിക്കോ ഇല്ലോ എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ തന്നെ എന്താണ് ഈ കൈരളിക്കോഴി, ഓക്കെ, അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പല ആൾക്കാർക്കും ഈ കൈരളിക്കോഴിയെ പറ്റി കുറച്ച് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഡൗട്ട് കാര്യങ്ങളെല്ലാം ചിലപ്പോൾ കോഴിയെ സെയിൽ ചെയ്യുമ്പം ചില ആൾക്കാർ ചോദിക്കും കൈരളിക്കോഴി എങ്ങനെയാണ് വളർത്തേണ്ടത്, അത്ര മുട്ട കിട്ടും, അങ്ങനെ പല ഡൗട്ടും വരാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ നാടൻ കോഴികളാണ്. ഞാൻ കൈരളിക്കോഴിയെ വളർത്തുന്നില്ല. അപ്പോൾ പല യൂട്യൂബ് വീഡിയോസും ഗൂഗിളിലും അങ്ങനെ പല വളർത്തിയ ആൾക്കാരെ അനുഭവം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വിട്ടുപോവുക, അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, ഈ വീഡിയോ കാണുന്നത് കൈരളിക്കോഴിയല്ല, തനി നാടൻ അടയിരിക്കുന്ന ടൈപ്പ് ഞാൻ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. നമ്മുടെ ഈ കൈരളിക്കോഴി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ വെളുന്തറ ഹാച്ചറിയിൽ ഒരു വെറ്റിനറി ഡോക്ടറായ ഡോക്ടർ ശശിധരൻ സാറാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കൈരളിക്കോഴി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 11ഓളം ബ്രീഡിനെ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം 2 വിദേശിനം, പിന്നെ ബാക്കിയുള്ള നമ്മളെ ലോക്കലായിട്ടുള്ള ഇന്ത്യ അവൈലബിൾ ആയിട്ടുള്ള ബ്രീഡാണ്. അതിൽ മെയിനായിട്ട് ഞാൻ എടുത്തു പറയുന്നത് നമ്മളെ വിദേശിനം എന്ന് പറയുന്നത് ആസ്ട്രലോപ്പ് ഉണ്ട്, വൈറ്റ് ലഗോൺ ഉണ്ട്, പിന്നെ നമ്മളെ നാട്ടിലെ തലശ്ശേരി കോഴി, പിന്നെ അസീൽ ഉപയോഗിച്ചിട്ടുണ്ട്, കരിങ്കോഴി, പിന്നെ തേനിക്കോഴി, കരിങ്കോഴി, പിന്നെ വേറെയും കുറച്ച് കോഴികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കോഴികളെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കൈരളിക്കോഴിയെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. കൈരളിക്കോഴി ഒരു വർഷം ഏകദേശം ഒരു 220 to 250 മുട്ട വരെയൊക്കെ ഇടുന്നാണ് പറയുന്നത്. എന്നാലും നമ്മളെ കസ്റ്റമേഴ്സൊക്കെ അധികം പറയാറുണ്ട് 220 230 മുട്ട കിട്ടും. തീറ്റ ചെലവ് കുറച്ച് നമുക്ക് നാടൻ കോഴിയെ പോലെ തന്നെ ഇളക്കി വിട്ടിട്ട് നമുക്ക് ഇവരെ വളർത്താൻ പറ്റും. കേജ് സിസ്റ്റത്തിലുണ്ടെങ്കിൽ കേജിലും വളർത്താം, നമുക്ക് പറമ്പത്തേക്ക് അയച്ചു വിടണമെങ്കിൽ അയച്ചു വിട്ടിട്ടും വളർത്താം. തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് വേസ്റ്റും വീട്ടിൽ വരുന്ന ഫുഡ് വേസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മുട്ടത്തീറ്റയും കൊടുത്തു കഴിഞ്ഞാൽ തരക്കേടില്ല രീതിയിൽ മുട്ട ഉൽപ്പാദനം ഉണ്ടാവും. പിന്നെ മുട്ടയുടെ വലിപ്പം എന്ന് പറയുന്നത് നാടൻ കോഴിയുടെ മുട്ടയുടെ വലിപ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ BV3 ഗ്രാമശ്രീ പോലെ മുട്ടക്ക് അധികം വലിപ്പം ഉണ്ടാവില്ല, പക്ഷെ നല്ല നാടൻ ക്വാളിറ്റിയുള്ള മുട്ട നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കൈരളിക്കോഴി ഏകദേശം ഒരു 1.5 to 2 വർഷത്തിന് അടുപ്പിച്ചൊക്കെ മുട്ട കിട്ടും. നമ്മളെ ബാക്കിയുള്ള ഗ്രാമശ്രീ നമ്മുടെ BV3 കോഴിയൊക്കെ ആണെങ്കിൽ കറക്റ്റ് 1 വർഷം വരെയൊക്കെ മുട്ട ഉൽപ്പാദനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മുട്ട ഉൽപ്പാദനത്തിൽ ഗണ്യമായ കുറവുണ്ടാവും. പക്ഷെ നമ്മൾ കൈരളിക്കോഴി എന്ന് പറയുന്നത് നമുക്ക് മിനിമം ഒരു 2 വർഷമൊക്കെ ഏവറേജ് മുട്ട തരക്കേടില്ല രീതിയിൽ നമുക്ക് മുട്ട ഉൽപ്പാദനം കിട്ടും. പിന്നെ നമ്മൾ കൈരളിക്കോഴിയിൽ അധികം കാണുന്ന കളർ ബ്ലാക്ക് ആയിരിക്കും, പിന്നെ അതുപോലെ തന്നെ ചാര കളറിലുണ്ടാവും, പിന്നെ കുറച്ച് നാടൻ കോഴിയുടെ ഒരു ഗ്രേ കളറൊക്കെ ആയിട്ട് വരാറുണ്ട്, പിന്നെ കുറേ നേക്കഡ് നെക്കും വരാറുണ്ട്. ഇതിലൊക്കെ നമ്മളെ അധികം സപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കാണാറുള്ളതാണ്. ഇതുപോലെ ബ്ലാക്ക് കളറ്, ചാര, പിന്നെ നാടൻ കോഴിയുടെ ഒരു ഗ്രേ കളർ വരുന്ന പോലത്തെ ഉണ്ടാവും, പിന്നെ നേക്കഡ് നെക്ക് ഉണ്ടാവും. അധികം എന്നാലൊരു 70%, ഒരു 60-70% നമുക്ക് അധികം കാണാറുള്ളത് ബ്ലാക്ക് തന്നെയാണ്. പക്ഷെ എന്നാൽ അതിൻ്റെ അകത്ത് കുറച്ച് കളറൊക്കെ വരാറുണ്ട്. ഇനി നമ്മുടെ പ്രധാന ചോദ്യം കൈരളിക്കോഴി അടയിരിക്കുമെന്നാണ്. കൈരളിക്കോഴി അടയിരിക്കുമെന്ന് ചോദിച്ചാൽ ചില കോഴികൾ അടയിരിക്കാനുള്ള ഒരു പ്രവണത കാണിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് എല്ലാ കോഴിയും അടയിരിക്കൂല. ഇപ്പോൾ ഒരു 100 കോഴി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു 4-5 കോഴി ചിലപ്പോൾ അടയിരിക്കാനുള്ളൊരു പ്രവണത കാണിക്കാം. അതും അവർ അടയായിട്ടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് ഇറക്കുന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി പറയാനും പറ്റില്ല. ഞാനും കുറച്ച് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരും ഇതുപോലെ വെച്ചാൽ എന്താ പറയുക, ഫുൾ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. അടയിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മളെ നാടൻ കോഴി സൗണ്ടല്ലാക്കൂല. അടയിരിക്കുമ്പോൾ ഒരു നമുക്കറിയാം കോഴി അടയായി കഴിഞ്ഞാൽ അവിടത്തേക്ക് പോകുമ്പോൾ അവർ നോർമലി അവിടെ തന്നെ ഇരുന്ന് ആ മുട്ടയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇരിക്കും. അതുപോലത്തെ പ്രവണതയൊക്കെ കാണിക്കും. പക്ഷേ അത് വിരിയിപ്പിക്കും എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 കോഴിൻ്റെ ചിലപ്പോൾ ഒരു 4-5 കോഴികളായിരിക്കും ചിലപ്പോൾ ഈ ഒരു ടെൻഡൻസി കാണിക്കുക. ഈ കൈരളിക്കോഴിയുടെ മെയിൻ ഇതെന്ന് പറയുന്ന മുട്ടയാണ്. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴിയെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് അടയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇപ്പം നമ്മൾ നാടൻ കോഴി എന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഈ കൈരളിക്കോഴിയെ വാങ്ങരുത്. കാരണം ഇവർ അടയിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഏതാനും ചില കോഴികൾ അടയിരിക്കും. അത് അടയിരുന്നാൽ തന്നെ അത് ഈ 21 ദിവസം ഇരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നുള്ള ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാനും പറ്റില്ല. നിങ്ങൾക്ക് അടയിരിക്കുന്ന കോഴിയാണ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ തനി നാടൻ കോഴി ഉണ്ടല്ലോ, അടയിരിക്കുന്ന കോഴി, അതിനെ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വീട്ടിലെ കുഞ്ഞുങ്ങളെ വിരിപ്പിക്കാവുന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ഒരിക്കലും കൈരളിക്കോഴിയെ വാങ്ങരുത്. പിന്നെ കൈരളിക്കോഴിയുടെ വേറൊരു പ്രത്യേകത നല്ല രോഗപ്രതിരോധ ശേഷിയായിരിക്കും. നമ്മളെ കരിങ്കോഴി, നാടൻ കോഴി, പിന്നെ അസീൽ, അങ്ങനെ നല്ല നല്ല നാടൻ ലോക്കൽ ബ്രീഡിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊക്കെ അറിയാലോ, അസീൽ, കരിങ്കോഴി, നമ്മളെ നാടൻ കോഴിയൊക്കെ നല്ല രീതിയിൽ രോഗപ്രതിരോധ ശേഷിയുള്ള കോഴികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ കോഴിക്കും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുപോലെ കൈരളിക്കോഴിയെ വളർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അനുഭവം എന്താണ്? കോഴിയെ അടവെച്ചിട്ട് വിരിയിപ്പിച്ച്
ഇറക്കാൻ പറ്റിയിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് അറിയാത്തവർക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പേഴ്സണലി എനിക്കും കൂടി മനസ്സിലാക്കാൻ പറ്റും. കാരണം ഞാൻ കൈരളി കോഴിയെ വളർത്തിയിട്ടില്ല. ഞാൻ വീണ്ടും ഇവിടെ എടുത്ത് പറഞ്ഞ് ഈ വീഡിയോ കാണുന്നത് നമ്മുടെ വീട്ടിൽ വളർത്താൻ തനിനാടൻ അടയിരിക്കുന്ന കോഴിയാണ്, കൈരളി കോഴിയല്ല. അപ്പോൾ നിങ്ങളെ എക്സ്പീരിയൻസ് കൂടി നിങ്ങളൊന്ന് പങ്കുവെക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ വീട്ടാവശ്യത്തിന് നല്ല ക്വാളിറ്റിയുള്ള മുട്ട കിട്ടണം, തീറ്റ ചിലവ് കുറച്ച് കോഴിയെ വളർത്തുന്ന ഉദ്ദേശത്തോടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബ്രീഡാണ് നമ്മൾ കൈരളി എന്ന് പറയുന്നത്. നേരെ മറിച്ച് അടവെച്ച് കോഴിയെ വിരിയിപ്പിക്കാനാണെങ്കിൽ കൈരളി കോഴി എടുക്കരുത്. മുട്ട പർപ്പസ് നല്ല നാടൻ മുട്ടക്കാണെങ്കിൽ നിങ്ങൾക്ക് കൈരളി കോഴിയെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും റോങ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഇൻഫർമേഷനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം, മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.